എനിക്ക് ഭയങ്കര എൻ്റെ അനുഭവം ആദ്യ ഷോയിൽ തന്നെ പ്രിവ്യൂ ഷോയിലുണ്ടായി. ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവര് ഇത് എവിടുന്ന ഈ ഒരു കൈ വന്നതെന്ന് പറയാതെ പടം സൂപ്പർ ഹിറ്റായി. ഇപ്പൊ പ്രണവ് ഓക്കെ ബൈ, ഇനി നാട് വിട്ടിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. സാധാ ഒരു പ്രണവ് ആയിട്ട് മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വേറെ വീടുകളിൽ പായും തലേണയൊക്കെ ആയിട്ട് പോയി സിനിമ കണ്ട ആള്. ഞങ്ങൾക്ക് ആളുടെ മൂവി ഇപ്പൊ ഹൗസ്ഫുൾ ആണ്. അത് സംഭവിച്ചു. അത് ഡയറക്ടർ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു. അത് സംഭവിച്ചു. അതേപോലെ പ്രണവിനോടൊപ്പം ചെയ്തു. വിസ്മയോടൊപ്പം ചെയ്യാം. ഫസ്റ്റ് മൂവിയുടെ ഞാൻ ഒരു പോലീസുകാരനോട് സംസാരിക്കുന്ന എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാനും പെട്ടെന്ന് ആലോചിച്ചു, ഞാൻ പോലീസിലായിരുന്നല്ലോ എന്നുള്ള കാര്യം. ഒരു സിനിമയിലധികം ക്ലോസപ്പ് ഷോട്ടുകൾ വരിക എന്ന് പറയുന്നത് ഒരു ആക്ടറിലുള്ള ഒരു ഡയറക്ടറുടെ വിശ്വാസം. അമ്മാതിരി പരിപാടി ചെയ്തേക്കുന്നതാണ്. പലതും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ ഇതൊക്കെ അറിയുന്നേ എന്ന് ഞാനിങ്ങനെ വവ്വടിച്ചു. കയറിയ ആളല്ല ഞാൻ. തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ ഒരു നോട്ടമേ നോക്കിയുള്ളൂ. എന്നോട് ഇത് വേണ്ടായിരുന്നു നിങ്ങളോടൊക്കെ ഞാൻ എന്ത് ഒരു കാറ്റ് വീശുമ്പോഴും അല്ലെങ്കിൽ സൈലൻസിലും ഒക്കെ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ്. മനുഷ്യ താൻ എന്ത് നോട്ടം നോക്കിയത് എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചു പോകണം. ഇതുപോലെ ഹൊറർ ജോണേഴ്സ് കഥകൾ ആളുടെ കയ്യിൽ ഇനിയും ഉണ്ടോ? 3 ചെയ്തെങ്കിൽ പിന്നെ പുള്ളിയുടെ 30 വേറെയും കാണാം. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ ആൻഡ് വെൽക്കം ടു മൂവിയൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജിബിൻ ഗോപിതാനാണ്. വെൽക്കം. താങ്ക് യു. ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ സ്റ്റോറീസൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് കൊച്ചുനാളിൽ വേറെ വീടുകളിൽ പായും തലേണയൊക്കെ ആയിട്ട് പോയി സിനിമ കണ്ട ആള്. ഞങ്ങൾക്ക് ആളുടെ മൂവി ഇപ്പൊ ഹൗസ്ഫുൾ ആണ്. നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. അതിൽ ഇമ്പോർട്ടന്റ് ഒരു റോളാണ് നമ്മുടെ DSRI. എന്ത് തോന്നുന്നു? സന്തോഷം. അത് സന്തോഷത്തിനപ്പുറത്തേക്ക് സമാധാനം. അതാണ് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ സിനിമയുടെ പ്രോസസ്സിങ് തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ഒരു 7-8 മാസത്തെ ഒരു ട്രാവൽ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് മുതൽ ഒരു സമാധാനക്കേട് എനിക്കുണ്ട്. കാര്യം ഇത് ഞാൻ ചെയ്യുന്നതിൽ ഉണ്ടാകും എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ ആളുകൾക്ക് വർക്കാവാതിരിക്കുമോ, അതിമാതിരി ഒരു ക്യാരക്ടർ പറഞ്ഞിട്ട് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആളുകൾക്കത് അല്ലെങ്കിൽ ഡയറക്ടർക്ക് ഒരു പേരുദോഷം വരും എന്നൊക്കെ ഭയങ്കര ടെൻഷനുള്ള ഒരാളായിരുന്നു. ആദ്യത്തെ ആ പ്രിവ്യൂ ഷോ കഴിഞ്ഞതോടെയാണ് എനിക്ക് ആ ടെൻഷൻ മാറിയിട്ട് ഞാൻ ആ സമാധാനത്തിലേക്ക് എത്തിയത്. പിന്നെ ആ സന്തോഷം എന്നുള്ളത് അതിന് പുറകെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതാണ്. നിങ്ങളൊരു രക്ഷയില്ലാത്ത ആക്ടറാണ്. നമുക്ക് ആക്ടിങ് ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല ചേട്ടാ. അത് സംഭവിച്ചു. അത് ഡയറക്ടർ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു. അത് സംഭവിച്ചു. പക്ഷെ ഇപ്പൊ DSRIയുടെ റിലേറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ പോലും ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ വർക്ക്സിലും ആ ഒരു വെർസിറ്റാലിറ്റി ഉണ്ട്. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ചെറിയ സമയം കൊണ്ട് തന്നെ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു നല്ലൊരു സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതെ അതെ. അത് എനിക്കൊരു കാലയളവ് ഒരു ആക്ടറെ സംബന്ധിച്ചൊരു വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം എനിക്ക് 50 വർഷത്തെ സർവീസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ 35 വർഷം കൊണ്ട് സിനിമ അതിന് ഞാനൊരു മാനദണ്ഡമായിട്ട് എടുക്കുന്നില്ല വലിയ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ആദ്യ സിനിമകൾ കൊണ്ട് തന്നെ പുതിയ നല്ല വേഷങ്ങൾ കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് അതും ഇതുമായിട്ട് എനിക്കൊരു കണക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ചെറുതായാലും വലുതായാലും നമ്മൾ ചെയ്യുന്നതിലൊരു നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നൊരു സാധനമുണ്ട്. അതിനെ എല്ലാവർക്കും വർക്കാവുക എന്നുള്ളതൊരു ഭാഗ്യം കൂടിയാണ്. അത് ആൾക്കാർക്ക് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ DSRIയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായി ചെയ്തു വെച്ചേക്കുന്നത്? അതിന് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ മനസ്സിൽ കണ്ട, എഴുതി വെച്ചിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിൽ കണ്ട ഒരു സിനിമയുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അത് ഈ ആദ്യത്തെ ഷോയോടെയാണ് ഞാനും കാണുന്നത്. പക്ഷെ എന്താണോ പുള്ളി ഉദ്ദേശിച്ചത് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ആക്ടേഴ്സിനെ കൊണ്ടും. ഇങ്ങനെ ഒരു കമന്റ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ വാവ് ഫീൽ കിട്ടിയൊരു കമന്റാ. ഒരാള് കോവിഡ് സമയത്ത് ബോറടിച്ചപ്പോ എഴുതി കൂട്ടിയ കുറച്ച് കഥകൾ, ഭൂതകാലം, ഭ്രമയുഗം, എന്താ അല്ലേ ബ്രെയിൻ പോയ പോക്ക്. തീർച്ചയായിട്ടും. കാര്യം പുള്ളിക്ക് നമ്മൾ വിചാരിക്കും ഇപ്പം ഇതൊക്കെ എഴുതിയതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഒരു ഹൊറർ മനുഷ്യനായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ മാതിരി ചില്ലൊരു മനുഷ്യനാണ്. നമ്മളിപ്പോൾ ഹൊറർ മൂടുള്ള ഒരു സീൻ എടുക്കുമ്പോൾ ആ സീനിൻ്റെ ടൈമിലല്ലാതെ
ആ സീൻ കഴിഞ്ഞാൽ അതിന് മുമ്പിലൊക്കെ വളരെ ചില്ലിങ് ആയിട്ട് നമ്മളെ വളരെ കൂളാക്കി വളരെ സേഫാക്കി നിർത്തുന്നൊരു മനുഷ്യനാണ്. അതെ, നമ്മൾ യൂഷ്വലി കണ്ട് വന്ന ഒരു പാറ്റേൺ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മലയാളീസിന്റെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ആ ഒരു നമ്മൾ കണ്ടു ആ പടങ്ങളുടെ പാറ്റേൺ തന്നെ മാറ്റിക്കളഞ്ഞു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മരം അനങ്ങുമ്പോഴും ഒരു കാറ്റ് വീശുമ്പോഴും അല്ലെങ്കിൽ സൈലൻസിലും ഒക്കെ നമ്മളിങ്ങനെ ഇത്ര പേടിച്ചിരിക്കുന്ന ഒരു സംഭവം ഫസ്റ്റ് ടൈം ആണ്. അതൊരു അല്ലേ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോയി. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഇപ്പം ഇങ്ങനെ ഇപ്പം ഞാനൊരു സൈഡിലേക്ക് എനിക്ക് നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തിരിയണം, അതിന് സമയമെടുത്ത് തിരിഞ്ഞാൽ മതി. നമ്മളെന്തോ നമുക്കൊരു ഒരു ഒരു തോന്നിയിട്ട് നമ്മൾ തിരിയുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പട്ടി കുരയ്ക്കുന്നു, ആ പട്ടി കുരയ്ക്കുന്നത് ഒരു മോശം ഒരു ശകുനം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഇതിൽ ഒരു നോട്ടം കൊടുക്കണമെന്നേ പറയുള്ളൂ. നമ്മൾ ഓൾറെഡി ആ ക്യാരക്ടറാക്കി മുമ്പേ പുള്ളി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള സമയമെടുത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർ കാണുമ്പോൾ അത് വിശ്വസനീയമാകുന്ന രീതിയിലേക്ക് ഒരു സാധാരണ മനുഷ്യൻ തോന്നുന്ന ഫീൽ തിരിഞ്ഞു നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നോക്കുമ്പോഴത്തേക്ക് അത് ഈ പറഞ്ഞ സിനിമാറ്റിക് ലെവലിലേക്ക് വന്നപ്പോഴത്തേക്കും അത് ആളുകൾക്ക് വർക്കായി എന്നുള്ളതാണ്. അതെ. ചേട്ടാ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ? അത് ഡയറക്ടറോട് തന്നെ ചോദിക്കണം. അത് നിങ്ങൾക്ക് ഒരു ഐഡിയ ആണ്. നമുക്കിങ്ങനെ അവസാനം ഒരു ടൈലന്റ് കണ്ടപ്പോ ഇനി എന്തെങ്കിലും ഉണ്ടാവോ അതോ നമുക്ക് വേണ്ടി വിട്ടു തന്നതാണോ? മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. ടൈലന്റ് അങ്ങനെ അതൊരു സിനിമയുടെ ഭാഗമായിട്ട് മാത്രം അങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ, ഇനി എന്താ സീക്വലോ പ്രീക്വലോ ഒന്നും ഉള്ള രീതിയിലൊന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ മാത്രം ചോയ്സാണ്. അതെ, ഇതിപ്പോ ഒരു രാഹുൽ സദാശിവൻ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റുമോ ഈ മൂവീസിനെ? കണക്ഷൻസ് കണക്ഷൻസ് എനിക്കും സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു യൂണിവേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്ലാനിങ്ങിൽ ചെയ്തതാണെന്നോ എല്ലാം എനിക്കൊന്ന് മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ട്. ഈ ഒരു മൂവി നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രണവിനെയൊക്കെ വേറൊരു ലെവലിൽ കണ്ടു, ഒരുപാട് ക്ലോസ് ഷോട്ട്സും. അപ്പം ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഷെയറിങ് നിങ്ങൾ തമ്മിലുള്ളതാണ് മൂവിയിൽ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലധികം ക്ലോസപ്പ് ഷോട്ടുകൾ വരിക എന്ന് പറയുന്നത് ഒരു ആക്ടറിലുള്ള ഒരു ഡയറക്ടറുടെ വിശ്വാസമാണ്. കറക്റ്റ് സാധനം എന്താണോ അവിടെ കൊടുക്കേണ്ടത്, ഇമോഷൻ ഒരു പോയിന്റ് നോട്ട് 1 മില്ലി പോലും മാറാതെ കുറയാനോ കൂടാനോ പാടില്ലാതെ ഒരു സാധനം പിടിച്ചെടുക്കുക എന്നുള്ളത് ക്ലോസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കിട്ടുന്നത്. എന്താ ഇമോഷൻ എന്നുള്ളത് അത് ഈ പറയുന്ന ഡയറക്ടറുടെ ഒരു വിശ്വാസമാണ്. അദ്ദേഹം ചെയ്യും, അല്ലെങ്കിൽ ചെയ്യിക്കുമ്പോൾ പുള്ളിക്കൊരു എന്നെ കൊണ്ട് പറ്റും. ഇപ്പോൾ നൂർജഹാൻ എന്നല്ലേ പറഞ്ഞത്, അല്ല പേരങ്ങനെ. അപ്പം നൂർജഹാനെ കാണുമ്പോഴത്തേക്കും ഒരു ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ടാവും. അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വെറുതെ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും ആ പുള്ളിക്കാരി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസമാണ്. അത് കറക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ കൂടെ ചെയ്യിക്കും. അദ്ദേഹം വളരെ ഈസി ആയിട്ട് ചെയ്യും. ഇത് നമ്മൾ ഈ കണ്ട ഹൊറർ ഭയങ്കര പരിപാടികളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണ് ഇപ്പോൾ പറയുന്ന സംഭവങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഞങ്ങൾക്ക് ആ ഒരു മൂഡ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു, ബാക്കിയെല്ലാം അദ്ദേഹം തന്നെ ട്രീറ്റ് ചെയ്തതാണ്. അതായത് ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഭയം എന്ന് പറഞ്ഞൊരു ഫീല് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല അല്ലേ? അപ്പൊ നിങ്ങളുടെ ഫേസിലും നമുക്ക് നിങ്ങളെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആൻസൈറ്റി വരുന്നത്. അത് അപ്പോൾ അവിടെ അപ്പൊ ഒന്നും ഇല്ലാന്ന് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ സംതിങ് അവിടെ ഉള്ള പോലത്തെ ഒരു ഫീലാ അല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും. അല്ല അതാ പറഞ്ഞ ഇപ്പൊ നമ്മൾ കാണുന്ന ഔട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സിനിമയാണ്. അപ്പോൾ വെറുതെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സിനിമയിലൊരു സീനിൽ ഞാനിങ്ങനെ ഔട്ട്ഡോറിൽ വളരെ പകലിൽ നോക്കുന്നൊരു നോട്ടം പോലും ആൾക്കാരിൽ ഇങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന നോട്ടം എന്നാണ് പറഞ്ഞിട്ടില്ല എല്ലാവരും. അത് അന്ന് ആ ഷോട്ട് എടുക്കുമ്പോഴും അദ്ദേഹം വന്നു പറയും, ഏഴും മനുഷ്യ താൻ എന്ത് നോട്ടം നോക്കിയത്, എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചു പോകണം എന്ന് പറഞ്ഞ് നമ്മളെ കോൺഫിഡൻസ് ആക്കി ഫുൾ ചെയ്യിച്ചുകൊണ്ടിരുന്നതാണ് അദ്ദേഹം. അതെ, അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഉപ്പ് വിതറുന്നത്. നമ്മള് പല ഹോളി വാട്ടറൊക്കെ പ്രയത്നം ഓടിക്കാൻ വേണ്ടി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഉപ്പ് വിതറുന്നത് കുറച്ച് ഹോളിവുഡിന് ഹോളി വാട്ടർ യൂസ് ചെയ്യാമെങ്കിൽ നമുക്ക് മലയാളിക്ക് എന്തുകൊണ്ട് സാധാ ഉപ്പ് ഉപയോഗിച്ചുകൂടാ? കല്ലുപ്പ് വിതറുന്നത് ശരിക്കും അതിന്റെ പിന്നിൽ എന്തെങ്കിലും അതൊരു നമ്മളിപ്പോ ഒരു മിത്ത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്ക് പോലെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഈ ബാഡ് സ്പിരിറ്റിനെയൊക്കെ. ഇത് ഉപ്പ്
ഉപ്പ് എപ്പോഴും ശുദ്ധീകരിക്കാനുള്ള സാധനമാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു മോശം സംഭവത്തിനെ ശുദ്ധീകരിക്കുന്നത് ഉപ്പിട്ടാണെന്നുള്ളൊരു സംഭവമുണ്ട്. അത് മാത്രമാണ് അങ്ങനെ ഒരു ഉദ്ദേശം വന്നേക്കുന്നത്. അപ്പോൾ അത് കുറേ പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. കുറേ പേർക്ക് അത് അറിയാം. കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അത് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്, ഞങ്ങളവിടെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അത് തന്നെയാണോ സിനിമയിൽ എന്നുള്ള രീതിയിൽ ആ ഒരു മൊമെന്റിൽ. അതിപ്പോൾ സ്പോയിലറായിട്ട് പറയുന്നില്ല, ഈ ഒരു ഡൗട്ട് ഇപ്പോൾ മൊത്തം കിടന്നുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത്. അതെ അതെ, നമ്മൾ ആ സീൻസ് ഒന്നും റിവീൽ ചെയ്യുന്നില്ലല്ലോ, അത് ഇങ്ങനെ ഒരു പോർഷൻ, അത് എപ്പോ വേണേലും വരാം. അതുപോലെ ഈ പോറ്റിയുടെ ക്യാരക്ടറിന് ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് തന്നെ അത് ഊഹിച്ചെടുക്കാനും പറ്റും. അങ്ങനെ ഒരു ഓഡിയൻസിന് ഭയങ്കര ഓപ്പൺ ആയിട്ട് ഒരു സ്പേസ് തന്നെ രാഹുൽ സദാശിവൻ കൊടുത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? ഓരോ ക്യാരക്ടറിനും ഇപ്പൊ പോറ്റിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പൊ ബ്രദറായിട്ട് അഭിനയിച്ച അതെ അതെ അരുണിന്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാവരുടെയും കുറച്ച് കുറച്ച് സീൻസേ ഉള്ളെങ്കിലും കുറെ കൂടെ ഷെയ്ഡ്സ് അവർക്കുള്ളത് പൂർണ്ണമായിട്ടുണ്ട്. അത് ഒരു സ്ക്രീൻ സ്പേസിനപ്പുറത്തേക്ക് ക്യാരക്ടറിന്റെ ഡെപ്ത് വലുതാണ്. ഓരോരുത്തരുടെയും ക്യാരക്ടറിന്റെ ഡെപ്ത് ഭയങ്കരമാണ്. അത് നമുക്ക് കണ്ടിറങ്ങി വരുന്ന ആളുടെ കൂടെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടാവും. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, പക്ഷെ പലരൊക്കെ അതിൻ്റെ നമുക്ക് തന്നേക്കുന്ന സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ടൈം വ്യത്യാസമാണ് ഓരോ ക്യാരക്ടേഴ്സിനും. പക്ഷെ അത് അത്ര മതി എന്നുള്ളതാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഈ കണ്ടിറങ്ങി വരുന്ന ആളുടെ മനസ്സിലുണ്ടാവും എന്നുള്ള 100% ഉറപ്പാണ്. അമ്മാതിരി ഒരു ട്രീറ്റ്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം. അതുപോലെ പറയുമ്പോൾ നല്ല ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് നമ്മുടെ എൽസമ്മ എന്ന ക്യാരക്ടർ ചെയ്ത അമ്മയുടെ റോള്. അത് ഭയങ്കര എന്ത് അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരത്തി ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് എങ്ങനെയായിരുന്നു, എന്താ പറയാ? ജയിച്ചേച്ചി പണ്ടേ പ്രൂവൺ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണല്ലോ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ പൊന്മാനാവട്ടെ അല്ലെങ്കിൽ കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, മലയം കുഞ്ഞ്, അങ്ങനെ കുറേ പടങ്ങളിൽ ചെയ്ത് കൃത്യമായിട്ടൊരു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നാടകത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നിന്ന് തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ബാക്ക്ഡ്രോപ്പിൽ നിന്നാണ് അവർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ പോലും, ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഇന്നിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ 10 ആൾക്കാർ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തത്, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തതിൻ്റെ ഒരിതാണ്. കാര്യം ആ സ്ക്രിപ്റ്റിനെ അങ്ങനെ ആക്കി ആ സ്ക്രിപ്റ്റിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഈ ലെവലിൽ ട്രീറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എല്ലാവരും നല്ല പെർഫോമൻസ് കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതുപോലെ വരുന്ന കമന്റ്സാ, പടം സൂപ്പർ ഹിറ്റായി, ഇപ്പൊ പ്രണവ് ഓക്കെ ബൈ, ഇനി നാട് വിട്ടിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസിലോ ഒന്നും അങ്ങനെ അതാ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയോട് നമുക്ക് ഭയങ്കര എന്താ ഒരു മിസ്റ്റീരിയസ് വൈബാ. എന്താണ് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. നിങ്ങൾക്കൊരു കുറേ ദിവസത്തെ ഷൂട്ടും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയായിരുന്നു പ്രണവായിട്ടുള്ള കോമ്പിനേഷൻസ്? ഞാൻ പറഞ്ഞില്ലേ, അത് പുള്ളി ഒരു സാധാ ഒരു പ്രണവ് ആയിട്ട് മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്ന് പുള്ളിക്ക് ഒരിക്കലും ആഗ്രഹമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, സാധാരണക്കാരായ മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം. അപ്പോൾ വളരെ ഷൂട്ട് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇപ്പം എനിക്ക് ആദ്യം മോഹൻലാൽ സാറിൻ്റെ മോനാണെന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് എനിക്ക് ആദ്യ ദിവസങ്ങളിലേക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ട് പോലെയാണെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. നമ്മുടെ ഉണ്ട്. അപ്പം അത് ആദ്യ ദിവസങ്ങളിൽ തന്നെ അതങ്ങ് മാറി. പിന്നെ ഞങ്ങൾ ഭയങ്കര നല്ല അടുപ്പമായി, നല്ല സ്നേഹത്തോടെ, പിന്നെ ഭയങ്കര സിങ്കായി. അത് ഞങ്ങളുടെ സീനിലും വർക്കൗട്ട് ആയിട്ടുണ്ട്. ഭയങ്കര ബോണ്ടിങ്. അത് ഞങ്ങളത് ഓഫ് സ്ക്രീനിലും ഞങ്ങൾക്ക് ആ ഒരു ബോണ്ടിങ് വന്നപ്പോഴാണ് അത് സീനിലും നന്നായിട്ട് വർക്കൗട്ട് ആയത്. ഒരു സാധാ മനുഷ്യൻ, സാധാരണക്കാരൻ, അത്രേ ഉള്ളൂ. നമുക്ക് സീൻ ബൈ സീൻ ആയിട്ടൊക്കെ പറയാനുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ചോദിക്കണം എന്നുണ്ടെങ്കിൽ പോലും സീൻ ബൈ സീൻ ആയിട്ട് അങ്ങനെ ചോദിക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ പറയാൻ ഏറ്റവും എനിക്ക് മൂവി കണ്ടപ്പോഴത്തേക്ക് മോശമായിട്ട് തോന്നിയത് ഇവിടുത്തെ പല ഓഡിയൻസിൻ്റെയും തിയേറ്ററിലുള്ള അപ്രോച്ചാണ്. പലരും ആ ഒരു സൈലൻസിലിരുന്ന്, പിൻ ഡ്രോപ്പ് സൈലൻസിലിരുന്ന് കാണുന്ന സിനിമേനെ തിയേറ്ററിൽ വന്ന് കൊളവാക്കിയതായിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഈ മൂവിയുടെ ഒരു വലിയൊരു പാർട്ട് എന്ന നിലയിൽ എന്താ ഫീൽ ചെയ്തത്? അതൊരു സങ്കടകരമായ കാര്യമാണ്. കാര്യം ഈ സിനിമ ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്നത് സൈലൻസ് ആണ്. എസ്പെഷ്യലി അതിപ്പോൾ നമ്മുടെ ഈ സിനിമയല്ല, ഹൊറർ മൂഡിലുള്ള ഏത് സിനിമയും ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്നത് സൈലൻസിനെയാണ്. നമുക്കിപ്പോൾ ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടെൻഷനിലാണ് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉള്ളിൽ നിന്ന് മാറ്റാൻ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മളെന്തെങ്കിലും ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് പേടിയോടെ ഇപ്പോൾ പേടിപ്പിക്കുന്ന സീനുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ പേടിയെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പോപ്കോൺ ചോദിക്കുക,
അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളോട് ഇപ്പോൾ ഇതിൻ്റെ സ്പോയിലറായിട്ട് എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് മൊബൈൽ എടുത്ത് വെച്ചിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഈ നല്ല രീതിയിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. ഇത് സംഭവിച്ച ആദ്യത്തെ ഷോയിൽ തന്നെ എനിക്ക് ഭയങ്കര എൻ്റെ അനുഭവം ആദ്യ ഷോയിൽ തന്നെ പ്രിവ്യൂ ഷോയിലുണ്ടായി. അതെ. എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന 2 പേര് ഒരു കപ്പിളാണെന്ന് തോന്നുന്നു. അത് ഒരു പയ്യനും ഒരു പെൺകുട്ടി. എന്തായാലും അവരിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും തൊട്ട് ഫ്രണ്ടിൽ ഒരു സ്റ്റെപ്പ് താഴെ ഇരിക്കുന്നവരുടെ മൊബൈൽ ഇങ്ങനെ ബ്രൈറ്റ്നസ് വന്നാൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ കാഴ്ച നമ്മൾ നോക്കിയില്ലെങ്കിൽ പോലും ഈ സാധനത്തിൻ്റെ ഒരു സാധനം എപ്പോഴും കിടക്കും, ലൈറ്റ് ഉള്ളത് തൊട്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു 5-8 മിനിറ്റ് ഞാനിങ്ങനെ നോക്കിയിരുന്നു. അവസാനം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഒരു ഭയങ്കര ഡാർക്ക് സീൻ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് ചെയ്ത് പോയി. കാര്യം ആ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഹലോ എന്ന് പറഞ്ഞ് തട്ടി വിളിച്ചു. ഇവർ രണ്ടുകൂടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഈ ഹലോ വിളിച്ചപ്പം സത്യം പറഞ്ഞാൽ ആ മൂഡിൽ ഇവരങ്ങ് പേടിച്ചു പോയി. ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഇത് ഇവിടുന്ന ഈ ഒരു കൈ വന്നതെന്ന് പറയാതെ ഞാൻ പറഞ്ഞു ബ്രദർ അതൊന്നും മാറ്റാമോ, റീല് കാണുന്നൊന്നും മാറ്റാമോ, ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കാഴ്ച എനിക്കത് ഭയങ്കര അനുഭവപ്പെട്ടു. അപ്പം എനിക്ക് ഭയങ്കര രസകരമല്ല, അത് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിപ്പോയതാണ്. പക്ഷെ നമ്മൾ എന്ത് സീരിയസ് ആയിട്ട് കാണുന്നതാണ് സിനിമയെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ. ചേട്ടന് ഈ ഒരു ലൈറ്റിന്റെ വന്നുള്ളൂ. ഞാൻ പോയ തിയേറ്ററിൽ എറണാകുളത്ത് ടിക്കറ്റ് ഒന്നും കിട്ടാണ്ട് കഷ്ടപ്പെട്ട് 25 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് സിനിമ കണ്ടിട്ട് പൂച്ചയുടെ സൗണ്ട്, പട്ടിയുടെ സൗണ്ട്, അപ്പുവേട്ടാ ഇവിടെ സേഫ് അല്ല പോലത്തെ കമന്റ്സ്. ഇത് ഞാൻ കരുതി എനിക്ക് മാത്രമാണോ, പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ ഇഷ്ടം പോലെ വീഡിയോസ് വരുന്നുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട്. ഭയങ്കര മോശം കമന്റ്സ് ഒക്കെ ഇതിനിടയിൽ നിന്നിട്ട് നല്ലൊരു മൂവി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. നമ്മള് അത്ര എക്സ്പെക്റ്റഡ് അവിടെ പോയിട്ട് ഈ കമന്റ്സ് കാരണം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ സൈലന്റ് ആയിട്ടുള്ള അത് ഭയങ്കര ഭംഗിയല്ലേ, ആ സൈലൻസിന് ഭയങ്കര മൂഡാണ്. പിന്നെ എസ്പെഷ്യലി ഇമാതിരി സിനിമകളിൽ. അതെ. പക്ഷെ അതിനെ സ്പോയിലാക്കുന്ന ഒരു സിനിമയെ മൊത്തത്തിൽ തകർക്കുന്ന തരത്തിലാണ്. കാര്യം കുറെ ആൾക്കാർ സിനിമയല്ല ഇതിനെ ആഗ്രഹിച്ച് ഇത്രയും കാശ് കൊടുത്ത് വന്നിരുന്ന കാണുന്നവന്റെ പൈസക്കും ആ ആളിനെയും ബഹുമാനിക്കാത്തൊരു സംഭവം. ഉറപ്പായിട്ടും അത് ഇപ്പൊ നമ്മൾ ഈ ഭൂതകാലമൊക്കെ കണ്ട ആളുകളാണെങ്കിൽ ഓൾറെഡി അറിയാം എന്താണ് രാഹുൽ സദാശിവന്റെ ഒരു ഹൊറർ മൂവി, ആ ഒരു ജോണർ എങ്ങനെയാണ് പുള്ളി കൊണ്ടുവരുന്നത് നമുക്ക് വൃത്തിയായിട്ട് അറിയാം. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഈ കാണിക്കുന്ന പരിപാടി ഭയങ്കര മോശമാണ്. തീർച്ചയായിട്ടും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവനവൻ തന്നെ അത് റിയലൈസ് ചെയ്യണം, അത് ചെയ്യരുത് എന്നുള്ളത്. ഇനി ഇതുപോലെ ഹൊറർ ജോണേഴ്സ് കഥകൾ ആളുടെ കയ്യിൽ ഇനിയും ഉണ്ടോ എന്തെങ്കിലും? 3 ചെയ്തെങ്കിൽ പിന്നെ പുള്ളിയുടെ 30 വേറെയും കാണും. 100% ഉറപ്പല്ലേ? അതെ. അപ്പൊ നമ്മളെ ഇനിയും പേടിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള പുള്ളി അതിൽ ഹരം കണ്ടെത്തുന്ന ആളാണ്. അതെ. അതുപോലെ പറയാൻ മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. ക്രിസ്റ്റോ സേവിയറിന്റെ അതും അല്ല എല്ലാം കൂടെ ഒരു മിക്സഡ് സംഭവമല്ലേ. കൃഷ്ണഗീത സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു ബ്രഹ്മയുഗത്തിന്റെ BGM-ന്. അതെ. അപ്പൊ അത് ഹാപ്പിയാണ്. പുള്ളി പടത്തിന് ഇങ്ങനെ ഹൈയിൽ കൊണ്ടുവന്നതിൽ ഭയങ്കര ഇതിന്റെ എന്താ ക്യാമറയ്ക്ക് പുറകിലുള്ളവരുടെ ഒരു വല്ലാത്തൊരു അവരുടെ ഒരു കഠിനാധ്വാനം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം ക്യാമറ ഫ്രെയിംസ് വെച്ച ഷഹനാദിക്കാവട്ടെ, സൗണ്ട് ചെയ്ത ജയദേവൻ ചേട്ടനാവട്ടെ, അപ്പോൾ എഡിറ്റർ ഷഫീഖൊക്കെ ആവട്ടെ, ഇവരൊരു ടീമാണ്. ഇവർക്കറിയാം പരസ്പരം. ഈ ഡയറക്ടറുടെ ഈ പടങ്ങളിലൊക്കെ സ്ഥിരം ടീമാണ്. ഈ ഡയറക്ടർ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയുന്നവരാണ്. പുള്ളി പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. പുള്ളി ഏറ്റവും കംഫർട്ട് സോണിലാണ് ഇവരെയൊക്കെ വെച്ച് പടം ചെയ്യുക എന്ന് പറയുന്നത്. ഇത് എന്താണോ ഡയറക്ടർ ആഗ്രഹിക്കുന്നത് അത് ആ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുപോലെ ഇതിന്റെ ആർട്ട് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും കിടിലം കുറച്ച് പരിപാടികൾ വേറെ ജ്യോതിഷേട്ടനാണ് ഇതിന്റെ മെയിൻ ആള്. നമ്മുടെ പൊന്മാൻ സിനിമ ഡയറക്ട് ചെയ്ത് ജ്യോതിഷേട്ടനാണ്, ജ്യോതിശങ്കറാണ് ഇതിന്റെ ആർട്ട് ചെയ്തേക്കുന്നത്. ആ ഇതിലെ ആർട്ട് ഏതാ പുതിയതായിട്ട് ഉണ്ടാക്കിയത്, ഏതാ ഒറിജിനൽ ആയിട്ടുള്ളതെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരുപാട് ഒത്തിരി സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ ജ്യോതിഷേട്ടനും ടീമും കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വൻ സെറ്റപ്പ് പരിപാടി. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ അതിൻ്റെ പുറകിലോട്ട് പോയാൽ നമുക്ക് അതിശയപ്പെട്ടു. എന്തോരം കഷ്ടപ്പാട് അവർ പല സംഭവങ്ങളും നമ്മൾ വളരെ നാച്ചുറൽ എന്ന് കരുതിയേക്കുന്ന പലതും ഇവര് ഇതിന് വേണ്ടി സെറ്റ് ചെയ്ത് അമ്മാതിരി പരിപാടി ചെയ്തേക്കുന്നതാണ്. പലതും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ ഇതൊക്കെ അറിയുന്നേ എന്ന് ഞാൻ ഇങ്ങനെ വവ്വടിച്ചു പോയി. ഇതിപ്പോ
ഇവർ ആർട്ട് ചെയ്തേക്കുന്ന ചില പോർഷൻസ് നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിത്തെറിച്ച് ഭയങ്കര നിന്നൊരു ഫീൽ ഉണ്ട്. ശരിക്കും നേരിട്ട് കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആർട്ടിന്റെ അത് ഇഷ്ടം പോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മള് ഇനി അത് ആർട്ടാണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവിടെ ആ കാണിക്കുന്ന കാട് സംഭവങ്ങളൊക്കെ ഇല്ല, ലാസ്റ്റ് മൊമെന്റിൽ കാണുന്ന ചെടി ഇങ്ങനെ ആക്ച്വലി വളർത്തിയെടുത്തതാ. സിനിമയ്ക്ക് വേണ്ടി ഒരു 3 മാസം മുമ്പേ വിത്തിട്ട് ഈ ചെടികളൊക്കെ വളർത്തിയെടുത്തതാണ് അവിടെ. അത് പക്ഷെ നമുക്കൊരു കൃത്രിമമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അത് മണ്ണിൽ വിത്തിട്ട് വളർത്തി അതിനെ അമ്മാതിരി ഒരു ഭൂപ്രദേശമാക്കി മാറ്റിയതൊക്കെ അത് അവരുടെ ബ്രില്യൻസ് ആണ്. ഇതാണ് ഡയറക്ടർ ഡിമാൻഡ് ചെയ്യണമെന്ന് കണ്ടിട്ട് ആർട്ട് ടീം ഇങ്ങനെ ചെയ്തെടുത്താണ്. അത് നേരത്തെയുള്ള പ്രിപ്പറേഷനാണ് അതൊക്കെ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റൂം അവിടെ കാണുന്നുണ്ട്. അതും ഇതേപോലെ ആർട്ട് ടീം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവിടെ കാണുന്നു. അത് ഫസ്റ്റ് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തത്? ഞെട്ടി. ലൈവ് കണ്ടപ്പോഴും ഞാൻ ഞെട്ടി. അയ്യോ, ആദ്യം അത് വളരെ ഇങ്ങനെ ഡയറക്ടർ പറഞ്ഞ അകത്തോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഞാൻ ശരി എന്ന് പറഞ്ഞു. എന്താണ്? അല്ല അകത്ത് നോക്ക് ചെന്നതാ. എന്താണ് സംഭവം മീൻസ് കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മൾ ഇവിടെയാണ് നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത്, ഒന്ന് മൊത്തം കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ചെന്ന് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ചെന്ന് കയറി. ഞാൻ കയറിപ്പോയി. ഞാൻ അതിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചതിയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. എന്താണ് ഗോസ്റ്റ് ഹൗസ് ആണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്നതാണോ എന്ന് എനിക്ക് അങ്ങനെയല്ല. കയറിയ ആളല്ല ഞാൻ. തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നോട്ടമേ നോക്കിയുള്ളൂ. എന്നോട് ഇത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടാണ്? നമ്മള് ഈ സിനിമ കണ്ടവരൊക്കെ രാത്രി പടമൊക്കെ കാണാൻ അടിപൊളിയാ, പക്ഷെ തിരിച്ച് വീട്ടിലോട്ട് പോകാനാ ബുദ്ധിമുട്ട്. അതാ ഞാൻ പറയുന്നത്, ഈ ഡയറക്ടറുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എനിക്കിപ്പോൾ ഇതിന് ഏറ്റവും സന്തോഷം. ഞാൻ 1-2 തിയേറ്ററിലൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു 1-2 ആൾക്കാരോട് പേടിയായോ എന്ന് ചോദിച്ചു. പേടിച്ച് മനുഷ്യൻ മരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഞാൻ സന്തോഷമായി കേട്ടോ, നിങ്ങൾക്ക് അത്രയും. അപ്പം അവർ ചിരിക്കുകയാണ്, മനുഷ്യനെ പേടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളിത് കാണിച്ചിട്ട് നിങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾ പരാജയപ്പെട്ടെന്നല്ലേ നിങ്ങൾ. അതുപോലെ എല്ലാവരും പറയും ടിക്കറ്റ് കിട്ടാല്ലേ. സന്തോഷം. കാര്യം നമ്മളെ പടത്തിന് ടിക്കറ്റ് കിട്ടാനില്ലല്ലോ. ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന സന്തോഷം. ഞാനായാലും എന്റെ ലൈഫിൽ ആദ്യമായിട്ട് 25 കിലോമീറ്റർ അപ്പുറം പോയി പടം കാണുന്നത്. കാരണം നമ്മള് അത്രയും ഡിമാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. പറ്റില്ല, വെയിറ്റ് ചെയ്യാനും അനുവദിക്കുന്നില്ല. കണ്ടേ പറ്റൂ, എന്നാ പേടിയുമാണ്. മിക്സഡ് സംഭവം. ഇപ്പൊ ഈ രാഹുൽ സദാശിവൻ നമ്മളെ ആ ഒരു നോർമൽ വെള്ളസാരി ഉടുത്ത പ്രേതം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയല്ലോ. അപ്പൊ ശരിക്കും കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം ഈ കാറ്റ് വീശുന്നത്, മരം അനങ്ങുന്നത്. അതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? അല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ മൊമെന്റിൽ ആ ഒരു ഹൈ ആക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. ഈ ക്യാരക്ടർ ആകുമ്പോഴത്തേക്ക് നമുക്ക്, ഞാനെന്നുള്ളതല്ല ആരായാലും ഒരു നമുക്ക് ഇപ്പൊ കാണിക്കുന്ന ഒരാൾക്ക് വിശ്വസനീയമാകുന്നത് എപ്പോഴാണ്? നമ്മൾ അത്രയും വിശ്വസനീയമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ കാഴ്ചക്കാരനെ വിശ്വസിക്കുന്നത്, അത് പേടിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ സാധനം നമ്മുടെ ഉള്ളിൽ വരണം. ഞാൻ ആ മൊമെൻറ്റിൽ ഇപ്പോൾ എനിക്ക് തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ അവിടെ കണ്ട് പേടിക്കുന്നത് നമ്മൾ അതിലോട്ട് ചെല്ലുമ്പോഴാണ്. ഇപ്പം എൻ്റെ അടുത്താണ് സംഭവിക്കുന്നത്, ഇനി അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷനാണ്. ഈ ടെൻഷൻ നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ഈ ഓരോ സംഭവം ആർക്കും ഉണ്ടാകുന്നത്. നമുക്കത് ഉണ്ടായാലേ കാണുന്നവന് ആ ഫീൽ കിട്ടുള്ളൂ. അത് കറക്റ്റ് മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഉറപ്പായിട്ടും ഡയറക്ടർ അവിടെ നിന്ന് പറയും ഇങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പുള്ളി ആ ശബ്ദം കേട്ടു, അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ആ ഒരു ഫീലാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ആ ടേക്കിലോട്ട് നിർത്തുന്നത്. അപ്പോൾ ഇത് പറയണ സമയം തൊട്ട് അതിലാണ് നിൽക്കണത്. ഇപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പുറകിൽ എന്തെങ്കിലും സംഭവിച്ചു, അപ്പം ഞാനിങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്കും ആ ടൈമിങ് ഞാനാണ് എടുക്കേണ്ടത്. എത്ര നേരം കൊണ്ട് നോക്കണമെന്നും കണ്ണെത്ര മിഴിപ്പിക്കണമെന്നും കണ്ണെങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ളത് ക്യാമറ മോണിറ്ററിൽ നിന്ന് പുള്ളി കാണുന്നുണ്ട്. പുള്ളിക്ക് ഹാപ്പി ആണല്ലോ മീൻസ്. പക്ഷെ നമ്മളെ ആ മൂഡിൽ നിർത്തണമുണ്ട്. ഇങ്ങനെ അകത്തൊരു സാധനം നമുക്കൊരു പവർ കയറും, ഒരു എനർജി വരും നമ്മളെ ക്യാരക്ടറിനെ എടുക്കുമ്പോൾ. അത് എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും. അപ്പം ആ സാധനം കിട്ടിയാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് കിട്ടുക എന്നുള്ള എളുപ്പമല്ല. സീരിയസ്ലി ഒരു ക്യാരക്ടറിനെ അകത്ത് വെക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ആ മൊമെന്റിൽ അതിനെ കൊണ്ടുവരിക, അത് കഴിയുമ്പോൾ എടുത്ത് വെളിയിലേക്ക് വിടുക എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെയായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്.
ഞാൻ ഇത്ര നേരം സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു പോലീസുകാരനോടാ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അല്ല, നിങ്ങളിപ്പോ ഇത് പറയുമ്പോഴാണ് ഞാനും പെട്ടെന്ന് ആലോചിച്ചു, ഞാൻ പോലീസിലായിരുന്നല്ലോ എന്നുള്ള കാര്യം. അതെ, ഞാനത് പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി. അല്ല, പോലീസുകാർക്ക് എന്താ പ്രത്യേകത? ഒന്നുമില്ല, സാധാ മനുഷ്യരാ, യൂണിഫോം ഇടുന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില മൊമെന്റ്സിൽ പോലീസുകാരനാണെന്ന് കാണിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എപ്പോഴെങ്കിലും യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഒരു പോലീസുകാരനും ഒരു ഓഫീസറും ഒരാളിനെ വിളിച്ചിട്ട് യു ആർ അണ്ടർ ഞാൻ അറസ്റ്റ് ഒരു പറഞ്ഞ വീഡിയോയിൽ കേട്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. സിനിമയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു അല്ലാതെ വീഡിയോയിൽ കണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും, നിങ്ങൾ അറസ്റ്റിലാണെന്ന് പറയും, അല്ലാതെ യു ആർ അണ്ടർ അറസ്റ്റ്. സീരിയസ്ലി ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പോലീസ് പുള്ളി വന്നിട്ട് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ, മറ്റേ മഫ്റ്റിയിലല്ലേ അത്? യൂണിഫോം അല്ലല്ലോ. അതെനിക്കറിയില്ല, ഓട്ടോയിൽ ഇങ്ങനെ അത് മഫ്റ്റിയിലാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഈ അറസ്റ്റിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. അറസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് പണിയുള്ള പരിപാടിയാ. നമ്മളെ കൊണ്ടുപോയി പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറേ എഴുത്തുകുത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഒറ്റ വാക്കിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയാമെങ്കിലും അതിന്റെ പുറകിലുള്ള നല്ല പണിയാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പെറ്റി കേസിനാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കോടതി പോകണ്ടേ, പിന്നെ അതിന്റെ പുറകെ എന്തോരം കാര്യങ്ങളായിട്ടാണ് നടക്കേണ്ടത്. അങ്ങനെ ഉണ്ട് പരിപാടികൾ. സിനിമയിൽ കാണുന്ന പോലെ അത്ര ഈസിയല്ല. ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയും, വണ്ടി കയറ്റിക്കൊണ്ട് പോകുമ്പോൾ തീരുന്നതല്ല അറസ്റ്റ് എന്നുള്ള ആ ഒരു പ്രക്രിയ. അതെ. അപ്പോ ഇപ്പൊ ലീവിലാണെന്ന് അറിയാം. 5 years ലീവ് അല്ലേ? 2 years കഴിഞ്ഞു, 3 years ഉണ്ട്. 3 yearsലപ്പോ ഒരു വമ്പൻ കുറെ പരിപാടികൾ വരുന്നുണ്ടായിരിക്കുമല്ലോ. വരേണ്ടതാണ്. അതെ, ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് കണ്ടത് നമ്മുടെ കളംകാവൽ. അതെ, കളംകാവലാണ്. അടിപൊളി, ഗംഭീര, നല്ല പടമായിരിക്കും. വീണ്ടും വീണ്ടും മമ്മൂക്ക സിനിമകളുടെ ഒരു ഭാഗം ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല, ഭാഗ്യമുള്ള കാര്യമാണ്. അത് ഭാഗ്യത്തിന്റെയും കൂടെയാണ്. നമ്മളെ വിശ്വസിച്ച് നമുക്ക് വേഷം തരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജിതിൻ കെ ജോസ്, റൈറ്റർ ജിഷ്ണു ശ്രീകുമാർ. ഗംഭീരമായിട്ട് രണ്ടുപേരും പണി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ 10 ഇരട്ടി മുകളിൽ സാറും സിനിമയുടെ ഭാഗമായിട്ട് സാറാണുള്ള പ്രൊഡക്ഷനും, മോഡി സാറാണ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു നല്ല പടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം പറഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് ഇന്നലെയാണ് അവാർഡ് വന്നതും, അതും ബ്രഹ്മയുഗത്തിന്, രാഹുൽ സദാശിവൻ മൂവി. മൊത്തത്തില് എല്ലാം കൊണ്ടും ഒരു സന്തോഷം, നല്ല സന്തോഷമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ പറയും ഈ കുഞ്ഞുനാൾ മുതൽ കാണുന്ന മനുഷ്യരല്ലേ, നമ്മൾ സിനിമ എന്നൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയത് മോഡി സാറൊക്കെ ഇങ്ങനെ അഭിനയിക്കണ കണ്ടിട്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ അത്രയും ആസ്വദിച്ചിട്ടാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ തുടക്കത്തിലും തുടക്കം അതേപോലെ പ്രണവിനോടൊപ്പം ചെയ്തു, വിസ്മയോടൊപ്പം ചെയ്യാൻ. അതെ, ജൂഡ് സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എല്ലാ പ്രോജക്റ്റുകളും നന്നായിട്ട് വരട്ടെ. നമുക്ക് നല്ലൊരു ആക്ടറിനെ കിട്ടിയതല്ലേ, അപ്പോൾ ശരിക്കും നല്ല 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 സിനിമയുടെ ഭാഗമാകാൻ പറ്റട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്തായാലും ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.